സംസ്ഥാനത്ത് പനി ശമനമില്ലാതെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. 12,000-ലധികം ആളുകൾ ഓരോ ദിവസവും പനി ബാധിച്ച് ചികിത്സ തേടുന്നു എന്നുള്ളതാണ് സർക്കാരിൻ്റെ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഡെങ്കുപ്പനിയും എലിപ്പനിയും ഒക്കെ ബാധിക്കുന്നവരുടെ എണ്ണത്തിലും വലിയ രീതിയിലുള്ള വർധനവുണ്ട്. ഈ വാർത്തയുടെ കൂടി വിശദാംശങ്ങൾ ഡി ബിനോയ് നൽകും. ബിനോയ്, ഈ പനി വലിയ രീതിയിൽ തന്നെ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതാണ്ട് 12,000-ലധികം ആളുകൾ പ്രതിദിനം രോഗികളായി ആശുപത്രിയിൽ ചികിത്സ തേടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ഒരാഴ്ചയായി സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണം ഓരോ ദിവസവും 10,000-ന് മുകളിലാണ്. 10,000, 12,000, 13,000 എന്നിങ്ങനെയാണ് ദിനംപ്രതിയുള്ള കണക്ക്. അതായത് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി എത്തുന്നവരുടെ എണ്ണമാണ് ഇത്തരത്തിൽ 10,000-ഉം 12,000-ഉം 13,000-ഉമായി ദിനംപ്രതി വർദ്ധിക്കുന്നത്. ഇന്നലെ അവസാനമായി ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പിൽ പ്രത്യേകിച്ചൊരു കാര്യം വന്നിരിക്കുന്നു. ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം സംസ്ഥാനത്ത് വ്യാപകമാകുന്ന സാഹചര്യത്തിൽ 138 ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് 138 സ്ഥലങ്ങളിൽ ഡെങ്കിപ്പനി ബാധ കൂടുതലായി കണ്ടെത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലേറ്റവും കൂടുതൽ കോട്ടയം ജില്ലയിലും ഒപ്പം കൊല്ലം ജില്ലയിലുമാണ്. കൊല്ലം ജില്ലയിൽ 20 ഹോട്ട്സ്പോട്ടുകളും കോട്ടയം ജില്ലയിൽ 18 ഹോട്ട്സ്പോട്ടുകളുമുണ്ട് ഡെങ്കിപ്പനി ബാധിക്കുന്ന. മാത്രവുമല്ല, ഈ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ ഈ പനി രോഗം അല്ലെങ്കിൽ പനി കണ്ടു തുടങ്ങിയതിന് ശേഷം പകർച്ചപ്പനി കണ്ടു തുടങ്ങിയതിന് ശേഷം സംസ്ഥാനത്തെ മൊത്തം മരണമടഞ്ഞവരുടെ എണ്ണം 80-ന് മുകളിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത. മാത്രവുമല്ല, മധ്യ കേരളത്തിൽ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ മരണമടഞ്ഞവരിൽ അധികം പേരും ഡെങ്കിപ്പനിയും എലിപ്പനിയും ബാധിച്ചാണ്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ആരോഗ്യവകുപ്പ് നടത്തിയ പ്രത്യേക പഠനത്തിൻ്റെയും ഒപ്പം ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ നൽകിയ നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ 138 ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ മേഖലയെ പ്രത്യേകം ഹോട്ട്സ്പോട്ടുകളായി തരംതിരിച്ചുകൊണ്ട് ഇവിടെ ആരോഗ്യ പ്രവർത്തകരുടെ കൃത്യമായ നിരീക്ഷണം ഉണ്ടാകും. മാത്രവുമല്ല, ഈ പ്രദേശങ്ങളിലുള്ളവരെ ഓരോ വീടുകളിലും നിരീക്ഷണം നടത്താനും ജാഗ്രത പാലിക്കാനുമൊക്കെ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ആരോഗ്യവകുപ്പിൻ്റെ മുന്നറിയിപ്പ് അനുസരിച്ച് ജൂലൈ മാസത്തിൻ്റെ ആദ്യ 2 ആഴ്ചകളിൽ പനിബാധിതരുടെ എണ്ണം ക്രമാതീതമായി കൂടുമെന്നായിരുന്നു മുന്നറിയിപ്പ്. അത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ ആഴ്ച മാത്രം, അതായത് അവസാനിച്ച കഴിഞ്ഞ ആഴ്ച 8-ലധികം പേർക്കാണ് ജീവൻ നഷ്ടമായത്. അതിൽ 6 പേരും ഡെങ്കിപ്പനി ബാധിച്ചും എലിപ്പനി ബാധിച്ചും മരണമടഞ്ഞവരാണ്. അത് മാത്രമല്ല, മറ്റൊരു കാര്യം, പനി രോഗബാധ കുട്ടികളിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പനി രോഗം ഉണ്ട് അല്ലെങ്കിൽ പനി ഉണ്ട് എന്ന് സംശയം ഉണ്ടായാൽ തന്നെ കുട്ടികളെ സ്കൂളുകളിലേക്ക് വിടരുത്. വീടുകളിൽ തന്നെ അവരെ സുരക്ഷിതരായി ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശമനുസരിച്ച് മരുന്നുകൾ നൽകി പരിചരിക്കണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും പനിയുമായി ബന്ധപ്പെട്ട കണക്കുകൾ ഓരോ ദിവസവും ഉയരുന്നത് വലിയ ആശങ്കയിലേക്കാണ് കാര്യങ്ങൾ നീക്കുന്നത്. ബിനോയ്, ഇപ്പം നമ്മൾ കാണുന്ന ഈ 12,000 അല്ലെങ്കിൽ 10,000-ന് മുകളിലുള്ള കണക്കുകൾ എന്ന് പറയുന്നത് സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സ തേടി എത്തുന്ന ആളുകളുടെയാണല്ലോ. എന്തായാലും സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ ചികിത്സ തേടുന്നവരുടെ എണ്ണം അത് സംബന്ധിച്ച് ഇതിൽ കൂട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ നമ്പറിലേക്ക് തന്നെ ഈ പനിബാധിതരുടെ എണ്ണം എത്താനുള്ള സാധ്യതയല്ലേ കാണുന്നത്? അങ്ങനെയാണ് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ സ്വകാര്യ ക്ലിനിക്കുകളുണ്ട്, ചെറിയ ആശുപത്രികളൊക്കെ ഉണ്ട്. ആ സ്വകാര്യ ക്ലിനിക്കുകളിൽ പനി രോഗബാധയുമായി തേടിയെത്തുന്ന, അതായത് ഇൻപേഷ്യൻ്റ് വിഭാഗത്തിൽപ്പെടാത്ത ഔട്ട് പേഷ്യൻ്റ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ എണ്ണം പലപ്പോഴും ഈ ലിസ്റ്റിൽ പെടാറില്ല. അങ്ങനെ സംസ്ഥാനത്ത് വളരെയധികം ചെറിയ ആശുപത്രികളുണ്ട്. ഈ ആശുപത്രികളിലൊക്കെ തന്നെ ദിനംപ്രതി പനി ബാധിച്ചെത്തുന്ന ആളുകളുടെ എണ്ണം നാൾക്കുനാൾ കൂടുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. മാത്രവുമല്ല, ഇത്തരത്തിൽ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നാണ് കൂടുതലുമായി ഡെങ്കിപ്പനി ബാധിതരും അല്ലെങ്കിൽ എലിപ്പനി ബാധിതരും ഒക്കെ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലൊക്കെ ചികിത്സ തേടിയെത്തുന്നത്. അത്തരത്തിൽ പനി അതിൻ്റെ വളരെ കൂടിയ അവസ്ഥയിൽ അല്ലെങ്കിൽ ഡെങ്കിപ്പനി അതിൻ്റെ വലിയ കൂടിയ അവസ്ഥയിൽ എത്തുമ്പോഴാണ് പലരും ചികിത്സ തേടി ഈ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലോ അല്ലെങ്കിൽ വലിയ സൗകര്യങ്ങളുള്ള ആശുപത്രികളിലേക്കൊക്കെ എത്തുന്നത്. അതാണ് പലപ്പോഴും ജീവൻ നഷ്ടമാകാൻ ഇടയാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യവകുപ്പ് കൃത്യമായി ഒരു നിർദ്ദേശം നൽകുന്നത്. പനി രോഗബാധയുണ്ടായാൽ കൃത്യമായും ഡോക്ടറെ കാണുക, ഡോക്ടർ പറയുന്ന നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ കഴിക്കുക, സ്വയം ചികിത്സ ഒഴിവാക്കുക. മാത്രവുമല്ല, ശുചീകരണ പ്രവർത്തനങ്ങളുമായി വീണ്ടും മുന്നോട്ട് പോകണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ വീണ്ടും ആരോഗ്യവകുപ്പ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. കാരണം സംസ്ഥാനത്ത് കഴിഞ്ഞ ആഴ്ചയ്ക്ക് മുമ്പ് ശുചീകരണ പ്രവർത്തനങ്ങൾ വ്യാപകമായി നടത്താൻ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂളുകളിലും സർക്കാർ ഓഫീസുകളിലും വീടുകളുമെല്ലാം കേന്ദ്രീകരിച്ച് 3 ദിവസം ഡ്രൈ ഡേ ആചരിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഭാഗമായി
ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുവെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഇത് പോരാ, കൂടുതൽ ശുചീകരണം വേണം എന്നുള്ള അവസ്ഥയാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബുദ്ധിമുട്ടുന്നത് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തൊഴിലാളികളാണ്. ഇവർ ഈ മഴക്കാലത്താണ് കൂടുതലും ഇവർക്ക് പണി കിട്ടുന്നത്, അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടവർക്ക് നാട്ടിൻപുറങ്ങളിലേക്ക് പോകാൻ പറ്റുന്നത്. അത്തരത്തിൽ നാട്ടിൻപുറങ്ങളിൽ ജോലിക്ക് പോകുന്ന തൊഴിലുറപ്പ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് പലപ്പോഴും എലിപ്പനിയും പകർച്ചപ്പനിയും ഒക്കെ കൂടുതലായി കാണപ്പെടുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ വീണ്ടും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഒരു യോഗം ചേരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അത്തരത്തിലൊരു യോഗം ചേർന്ന് വീണ്ടും കൂടുതൽ കർശന നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് വരാനാണ് സാധ്യത. എബി, തീർച്ചയായും ഈ ഡ്രൈ ഡേ അത് വലിയ രീതിയിൽ തന്നെ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. അതിന്റെ ഒരു പൂർണ്ണ സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റുമോ? തുടർന്ന് ഇപ്പം ബിനോയ് തന്നെ സൂചിപ്പിക്കുകയുണ്ടായത് വീണ്ടും അതിൽ അപ്പുറത്തേക്കുള്ള നടപടികളിലേക്കൊക്കെ പോകേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. ഈ പനി ഇങ്ങനെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഏതെല്ലാം തരത്തിലുള്ള നടപടികളിലേക്ക് പോകാനാണ് സാധ്യത? ഒപ്പം തന്നെ ഈ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറയുന്ന ഒരു പരിപാടി നേരത്തെ ഉണ്ടായിരുന്നു. അത് ഇത്തവണ വേണ്ട രീതിയിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം കൂടി ചോദ്യമായി ഉയർന്നു വരുന്നില്ലേ? സാധാരണഗതിയിൽ ഈ ജൂൺ ജൂലൈ മാസങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് മെയ് മാസത്തിൻ്റെ അവസാനത്തോടു കൂടി മഴക്കാലത്തിന് മുന്നോടിയായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഒരു യജ്ഞമായി തന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുന്ന പതിവ് സംസ്ഥാനത്തുണ്ടായിരുന്നു. ഇത്തവണയും അത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങി എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്രയധികം പനിബാധിതരുടെ എണ്ണം കൂടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ 1, 2, 3 ദിവസം കൊണ്ട് മാത്രം ഒരു പേരിനൊരു ശുചീകരണ പ്രവർത്തനം നടത്തിയാൽ മാത്രം അവസാനിക്കുന്നതല്ല ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ. അതിന് വലിയ ശക്തമായ ശുചീകരണ പ്രവർത്തനങ്ങൾ തന്നെ ആവശ്യമായി വരും എന്നുള്ളത് ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എലിപ്പനി ബാധ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഗ്രാമമേഖലകളിലാണ്. ഗ്രാമമേഖലകളിൽ ഇത്തരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായിട്ടില്ല എന്നുള്ളതിന് തെളിവാണ് എലിപ്പനിയും ഡെങ്കിപ്പനിയും ഒക്കെ വ്യാപകമാകുന്നത്. കൊതുക് നശീകരണം കൃത്യമായി നടപ്പിലാക്കാത്തത് കൊണ്ട് തന്നെയാണ് ഡെങ്കിപ്പനി ഇത്രയും കൂടുന്നത് എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശം കൃത്യമായി പാലിച്ച് തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത്. സാധാരണഗതിയിൽ മഴക്കാലത്തിന് മുന്നോടിയായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ തലത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അത്തരത്തിൽ ആ ഫണ്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. എന്തായാലും ശരി തന്നെ, നിലവിലെ സാഹചര്യത്തിൽ ആശങ്കാജനകമായ തരത്തിലാണ് പനി ബാധിതരുടെ എണ്ണവും നാൾക്ക് നാൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. എബി, തീർച്ചയായും പനി ഒരു ആശങ്കയായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം ആണ്. സംസ്ഥാനത്ത് ശമനമില്ലാതെ ഈ പനി ബാധിതരുടെ എണ്ണം ഉയർന്നുകൊണ്ടിരിക്കുന്നു. 12,000-ന് മുകളിൽ ആളുകളാണ് ഓരോ ദിവസവും പനി ബാധയെ തുടർന്ന് ചികിത്സ തേടി എത്തുന്നത്. സർക്കാർ ആശുപത്രിയുടെ കണക്ക് മാത്രമാണ് ഇതെന്നുള്ളതാണ് ഒരു പ്രത്യേകത. നിരവധിയായിട്ടുള്ള സ്വകാര്യ ആശുപത്രികളുമുണ്ട്. ആ ആശുപത്രികളിൽ ചികിത്സ തേടുന്നവരുടെ കണക്കുകൾ എണ്ണം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും പനി ബാധിതരുടെ എണ്ണം ഈ കാണുന്ന 12,000-ഓ 13,000-ഓ അല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഇതുവരെ മരണമടഞ്ഞവരുടെ എണ്ണം 80-ന് മുകളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതും ഗൗരവമായി തന്നെ കാണേണ്ട ഒരു വിഷയമാണ്. ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ട്. ഡെങ്കുപ്പനി ഒപ്പം തന്നെ എലിപ്പനി ബാധിതരുടെ എണ്ണത്തിലും വലിയ രീതിയിലുള്ള വർധനവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ബിനോയിയാണ്.